ആന്ധ്രാപ്രദേശിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 25 പേർ മരിച്ചു. ഹൂബ്ലിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. ആന്ധ്രാപ്രദേശിൽ യാത്രാ തീവണ്ടി ചരക്കുവണ്ടിയിൽ ഇടിച്ച് 25 പേർ മരിച്ചു. 30 പേർക്ക് പരിക്കേറ്റു. ഹൂബ്ലിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന ഹംപി എക്സ്പ്രസ് ആണ് പുലർച്ചെ 3:45 അപകടത്തിൽപ്പെട്ടത്. നിരവധി പേർ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ഹംപി എക്സ്പ്രസ് അനന്തപൂരിന് സമീപം പെനുകൊണ്ട സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടിയുടെ പിന്നിലിടിക്കുകയായിരുന്നു. ചരക്ക് തീവണ്ടിയിൽ ഇടിച്ച ഹംപി എക്സ്പ്രസിന്റെ 3 ബോഗികൾ പാളം തെറ്റി. ഇതിൽ എഞ്ചിനോട് ചേർന്ന ഒരു ബോഗിക്ക് തീപിടിച്ചു. ഈ ബോഗിയിൽ 46 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ ചിലർ തീപിടുത്തത്തിൽ വെന്തു മരിച്ചതായും സംശയമുണ്ട്. ഇവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ പെട്ടെന്ന് ലഭ്യമാകാത്തത് മരണസംഖ്യ ഉയരാൻ കാരണമാക്കിയതായി പെനുകൊണ്ട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. ട്രെയിനിനുള്ളിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നില്ലെന്നും സ്റ്റീൽ ബോഗി മുറിച്ച് അകത്ത് കടക്കാൻ ഗ്യാസ് കട്ടറുകൾ ലഭ്യമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാസ് കട്ടറുമായി ദുരന്തശമന സേന എത്തിയ ശേഷമാണ് ആളുകളെ പുറത്തിറക്കാൻ കഴിഞ്ഞത്. പുലർച്ചെ 4 മണിയോടെയാണ് അപകടം നടന്നത് എന്നതിനാൽ ആവശ്യമായ വെളിച്ചവും ഉണ്ടായിരുന്നില്ല. ഇതും രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് തടസ്സം നിന്നു. റെയിൽവേ മന്ത്രി മുകുൾ റോയ് അപകട സ്ഥലം സന്ദർശിക്കും. അപകടം സംബന്ധിച്ച അന്വേഷണത്തിന് അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 1 ലക്ഷവും നിസ്സാര പരിക്കേറ്റവർക്ക് 50,000 രൂപയും റെയിൽവേ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഹംപി എക്സ്പ്രസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ അന്വേഷണം നടക്കുകയാണെന്നും അതിനു മുമ്പ് അപകട കാരണത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയില്ലെന്നും റെയിൽവേ വക്താവ് അറിയിച്ചു. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിനിടെ പ്രസിഡന്റിന് പരിക്കേറ്റു. തുടർന്ന് സുരക്ഷാ സൈനികർ നടത്തിയ വെടിവയ്പിൽ 3 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധക്കാരുടെ ആക്രമണത്തിൽ മാലി പ്രസിഡന്റിന് പരിക്ക്. മാലി ഇടക്കാല പ്രസിഡന്റായ ഡാൻകൊണ്ട ട്രിവോൺ ആണ് പ്രതിഷേധക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലായത്. തിങ്കളാഴ്ച പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് അക്രമാസക്തമായത്. കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറിയ പ്രതിഷേധക്കാർ ട്രിവേരെ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ പ്രസിഡന്റിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രസിഡന്റിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ വെടിവയ്പിൽ 3 പ്രതിഷേധക്കാർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 20 വർഷമായി ജനാധിപത്യമായിരുന്നു മാലി എന്ന ആഫ്രിക്കൻ രാജ്യത്ത് നിലനിന്നിരുന്നത്. കഴിഞ്ഞ മാർച്ചിലുണ്ടായ പട്ടാള അട്ടിമറിയെ തുടർന്നാണ് സൈൻകൊണ്ട ട്രിവോൺ ഇടക്കാല പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. ക്യാപ്റ്റൻ അമാഡോ സനഗോയുടെ നേതൃത്വത്തിലായിരുന്നു പട്ടാള അട്ടിമറി. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലുള്ള വിഘടനവാദികളെ നേരിടുന്നതിന് ആവശ്യമായ ആയുധങ്ങൾ സൈന്യത്തിന് നൽകുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു പട്ടാള അട്ടിമറി. അന്നത്തെ പ്രസിഡന്റായിരുന്ന അമാഡോ തൗമാനി ടൂറെയാണ് പട്ടാളം പുറത്താക്കിയത്. ഇതേ തുടർന്ന് ട്രിവോറയെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചു. ഇദ്ദേഹത്തിന്റെ കാലാവധി ചൊവ്വാഴ്ച വരെയായിരുന്നു. പ്രസിഡന്റിന് നേരെ ജനാധിപത്യവാദികളായ പ്രക്ഷോഭകാരികൾ നടത്തിയ ആക്രമണത്തെ പ്രധാനമന്ത്രി ചേക്ക് മോഡിബോ ഡിയറ അപലപിച്ചു. പ്രാദേശിക രാഷ്ട്രീയക്കാരോടും സംഘടനകളോടും യുവാക്കളെ സർക്കാരിനെതിരെ പ്രകോപിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയാണ് പ്രധാനമന്ത്രി തന്റെ അഭ്യർത്ഥന നടത്തിയത്. കാലാവധി തീരുന്ന ഇടക്കാല പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷം കൂടി ജനാധിപത്യ ഭരണം നടപ്പിലാക്കുന്നതിനായി ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സംഘടനയായ എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ് കൂട്ടി നൽകിയിരുന്നു. ഇതാണ് ആക്രമണത്തിലേക്ക് തിരിയാൻ പ്രക്ഷോഭകാരികളെ പ്രേരിപ്പിച്ചത്. പ്രശസ്ത ഇംഗ്ലീഷ് സംഗീതജ്ഞൻ റോബിൻ ഗിബ് അന്തരിച്ചു. ബി എന്ന സംഗീത സംഘത്തിലെ പ്രധാനിയായിരുന്നു റോബിൻ. 6 പതിറ്റാണ്ടിലേറെ ബ്രിട്ടീഷ് സംഗീത ലോകത്ത് നിറഞ്ഞു നിന്ന ബി സംഗീത സംഘത്തിലെ റോബിൻ ഗിബ് അന്തരിച്ചു. അദ്ദേഹത്തിന് 62 വയസ്സായിരുന്നു. അർബുദബാധിതനായിരുന്നു അദ്ദേഹം. റോബിനും സഹോദരങ്ങളായ ബാരി, മൗറീസ് എന്നിവരും ചേർന്ന് 1958 ബി സ്ഥാപിച്ചത്. 70കളുടെ അവസാനം ഡിസ്കോ സംഗീത രംഗത്ത് നിറഞ്ഞു നിന്ന സംഘമായിരുന്നു ബി. പാട്ടുകൾ എഴുതുകയും പാടുകയും സംഗീത ആൽബങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ബി സഹോദരന്മാരിൽ ഭാര്യ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. 2ാം ഭാര്യയായ ഡീനയും മക്കളായ സ്പെൻസർ, റോബിൻ ജോൺ, മെലീസ എന്നിവരും അന്ത്യസമയത്ത് അടുത്തുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലും അയർലൻഡിനും മധ്യയുള്ള ഐൽ ഓഫ് മാനിൽ 1949 റോബിൻ ജനിച്ചത്. 1963 സ്വന്തമായി ആദ്യ ആൽബമായ ദ ബാറ്റിൽ ഓഫ് ദ ബ്ലൂ ആൻഡ് ദ ഗ്രേ പുറത്തിറക്കി. ഓസ്ട്രേലിയയിൽ പിറന്ന ബീജീസ് പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് മാറുകയായിരുന്നു. 1967 മസാച്യുസെറ്റ്സ് എന്ന പേരിൽ ബ്രിട്ടനിലെ ആദ്യ ആൽബം പുറത്തിറക്കി. ലോൺലി ഡേയ്സ്, ഹൗ ക്യാൻ യു മൈൻഡ് എ ബ്രോക്കൺ ഹാർട്ട്, മെയിൻ കോഴ്സ്, സ്റ്റേയിങ് അലൈവ്, ഹൗ ഡീപ്പ് ഈസ് യുവർ ലവ്, നൈറ്റ് ഫീവർ തുടങ്ങിയവ ബീജീസിന്റെ പ്രസിദ്ധ ആൽബങ്ങളാണ്. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ.
സെന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് കൺവെൻഷൻ ഓഫ് നോർത്ത് അമേരിക്കയ്ക്ക് ജൂലൈ 26 തുടക്കമാവുകയാണ്. ജൂലൈ 26 മുതൽ 29 വരെ ജോർജിയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുക. അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ നിരവധി പ്രമുഖർ സഭാ നേതാക്കൾ ഈ കൺവെൻഷന്റെ ഭാഗമാകും. പരിശുദ്ധ പിതാവ് നവസുവിശേഷവൽക്കരണം പ്രഖ്യാപിച്ചിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. നാം നമ്മുടെ കുടുംബങ്ങളിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും മിശിഹായുടെ സ്നേഹത്തിൻ്റെ പ്രവാചകരായിരിക്കണം. സ്നേഹം പ്രാവർത്തികമാക്കുന്നവരാകണം. കുടുംബത്തിലെ ഭിന്നതകൾ, സഭയിലെ ഭിന്നതകൾ, സമൂഹത്തിലെ ഭിന്നതകളെല്ലാം ക്രൈസ്തവ സുവിശേഷത്തിൻ്റെ എതിർസാക്ഷ്യങ്ങളാണ്. വാസ്തവത്തിൽ ഈ ലോകത്തിൽ കത്തോലിക്കർക്ക് കൊടുക്കുവാനുള്ളത് ഈ കൂട്ടായ്മയുടെ സന്ദേശമാണ്. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം എപ്രകാരം പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കണം എന്നുള്ളതാണ് സഭയ്ക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായി നമ്മുടെ ഇടവകകളിലോ നമ്മുടെ രൂപതയിലോ ഒക്കെയുള്ള എല്ലാ ചിന്താഗതികളെയും പ്രവർത്തന ശൈലികളെയും ഒക്കെ നമ്മൾ പാടെ ദൂരീകരിക്കേണ്ടിയിരിക്കുന്നു. സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് കൺവെൻഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം വളരെ പ്രത്യേകതയാണ്. കാരണം അമേരിക്കയിലെ സീറോ മലബാർ വിശ്വാസികൾ പറയുന്നത് അമേരിക്ക തന്നെ 50 സ്റ്റേറ്റുകളായിട്ട് കിടക്കുന്നു. കാനഡ വേറൊരു ഭാഗത്തായിട്ട് കിടക്കുന്നു. 2 രാജ്യങ്ങളിലെ വിദൂരങ്ങൾ കഴിയുന്ന ആളുകളാണ് ഈ സീറോ മലബാർ വിശ്വാസികൾ. അവരെ ഇങ്ങനെ കൺവെൻഷൻ്റെ പേരിലെങ്കിലും കുറേയെങ്കിലും ആൾക്കാർ ഒന്നിച്ച് കൂട്ടാൻ വരികയുള്ളൂ. അങ്ങനെ ഒന്നിച്ച് വരുന്ന വഴിയായിട്ട് അവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് അല്ലെങ്കിൽ ആഭിമുഖ്യങ്ങൾ വളർത്തിക്കുന്നതിന് ഇടയാകുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ തമ്മിൽ പരിചയപ്പെടുന്ന ഇടയാകുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇടവകളിൽ നടക്കുന്ന കാര്യങ്ങൾ പരസ്പരം കൂടുതൽ അടുത്ത് അനുഭവിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കുട്ടികളുടെ വിവരങ്ങളായ കലാപരമായ കഴിവുകളിൽ പ്രകടമാക്കാനുള്ള വേദികൾ, സാംസ്കാരിക വേദികൾ, സ്റ്റേജസ് അവർക്കായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് വളരെ പ്രാധാന്യമൊരുക്കുന്നതാണ്. റവറന്റ് ഫാദർ ആന്റണി തുണ്ടത്തിൽ അടക്കമുള്ളവരും ഈ സമ്മേളനത്തിന്റെ ഓരോ പ്രാധാന്യവും അറ്റ്ലാന്റ രൂപതയുടെ പ്രത്യേകതകളെ പറ്റിയും പറയുന്നു. തോമാസ് ലീഹായിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസവും പാരമ്പര്യവും മൂല്യവും അതിൽ വളരുകയും ആ വിശ്വാസവും പാരമ്പര്യവും മൂല്യങ്ങളും നമ്മുടെ യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. പിന്നീട് ഉള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജീവിത സൗകര്യമുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിനാൽ തന്നെ കുടുംബങ്ങളും അതുപോലെ തന്നെ യുവജനങ്ങളും വഴിതെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതകളേറെ. ഇവരെല്ലാം സഭയോട് ഒന്നിച്ചു ചേർത്ത് നിർത്തുകയും ആ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും വളർത്തുകയും ചെയ്യുക എന്നത് കൺവെൻഷന്റെ ഒരു വലിയൊരു ഉദ്ദേശമാണ്. അമേരിക്കൻ മലയാളി സമൂഹത്തിന്റെ പ്രധാന ക്രിസ്ത്യൻ ആരാധനാ കേന്ദ്രമായി മാറിയ ഇവിടം ജൂലൈ 20 മുതൽ അമേരിക്കൻ മലയാളികളുടെ പരിച്ഛേദമായി മാറുകയാണ്. ഈ കൺവെൻഷൻ ഒരു ചരിത്ര സംഭവമാക്കാനാണ് സഭാ നേതാക്കളുടെയും വിശ്വാസി സമൂഹത്തിന്റെയും തീരുമാനം. ഇനി കേരള ഡെസ്ക്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കൾക്കുണ്ടായ വില വർധന 3% മുതൽ 147% വരെ. മൈസൂർ വെള്ളയരിക്ക് 3.45% വില കൂടിയപ്പോൾ ക്യാബേജിന്റെ വില 147.36% കൂടി. ക്യാബേജിന് 2011 മെയ് 21 സംസ്ഥാനത്തെ ശരാശരി വില 13 രൂപ 57 പൈസയായിരുന്നു. എന്നാൽ ഈ വർഷം ഇതേ ദിവസം ഇതിന്റെ വില 33 രൂപ 57 പൈസയായി. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിവിവര വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് വിലക്കയറ്റത്തിന്റെ ഈ ഭീകര ചിത്രമുള്ളത്. വകുപ്പ് ദിവസവും വില നിരീക്ഷിക്കുന്ന 74 ഇനങ്ങളിൽ 61 വില കയറി. വിവിധ ജില്ലകളിലെ വില നിലവാരം ഉൾപ്പെടുത്തി വകുപ്പ് എല്ലാ ദിവസവും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വിലയുടെ സംസ്ഥാന ശരാശരി കണക്കാക്കി ഓരോ മാസത്തെയും വർഷത്തെയും താരതമ്യ റിപ്പോർട്ടും പുറത്തിറക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് പഴം, പച്ചക്കറി, കിഴങ്ങ് എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിലയുണ്ടായിട്ടുള്ളത്. പട്ടികയിലുള്ള 23 ഇനങ്ങളിൽ 20 എണ്ണത്തിനും ഗണ്യമായി വില കൂടി. ചേന, മരിച്ചീനി, സവാള എന്നിവയ്ക്ക് മാത്രമാണ് ഈ കാലയളവിൽ വില കുറഞ്ഞത്. ഉരുളക്കിഴങ്ങ് കിലോഗ്രാമിന് 16.21 രൂപയിൽ നിന്ന് 22.71 രൂപയായി. ബീട്രൂട്ടിന്റെ വില 15.14 രൂപയിൽ നിന്ന് 28.79 രൂപയായി. ഏത്തക്കായ്ക്ക് 23 രൂപയിൽ നിന്ന് 41 രൂപയായി.
മറ്റ് പച്ചക്കറികൾക്കെല്ലാം 20 മുതൽ 90% വരെ വില കയറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പച്ചക്കറി വില പിടിച്ചു നിർത്താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. വിപണി വിലയേക്കാൾ 30% വില കുറച്ച് പച്ചക്കറി വിതരണം ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഹോർട്ടികോർപ്പ്, VFPCK എന്നിവ വഴിയാകും വിതരണം. ദിവസങ്ങൾക്കുള്ളിൽ ഇവ തുടങ്ങും. 56 താലൂക്കുകളിലായി 106 പുതിയ വിപണന കേന്ദ്രങ്ങൾ കൂടി തുറക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സൂപ്പർ മാർക്കറ്റുകളോട് ചേർന്ന് അനുവദിക്കുന്ന സ്ഥലത്ത് ഹോർട്ടികോർപ്പാണ് ഇവ തുറക്കുക. മന്ത്രിമാരായ KP മോഹനൻ, അനൂപ് ജേക്കബ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. 30% വിലക്കുറവിൽ പച്ചക്കറി നൽകുന്നതിനൊപ്പം ഉൽപാദന കേന്ദ്രത്തിലെ ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വില കുറയ്ക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഹോർട്ടിക്കൾച്ചർ മിഷൻ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, VFPCK, അഗ്രികൾച്ചർ പ്രൈസസ് ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രീസിന്റെ സാമ്പത്തിക തകർച്ച അമേരിക്കയും പ്രതികൂലമായി ബാധിക്കുന്നതായി റിപ്പോർട്ടുകൾ. രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവ്. 55.09 ഇന്ന് രൂപയുടെ മൂല്യത്തകർച്ചയുണ്ടായത്. ലോക ചരിത്രത്തിലാദ്യമായി ഒരു സ്വകാര്യ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു. ആന്ധ്രാപ്രദേശിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു. നിങ്ങൾക്ക് പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.